അധ്യക്ഷ ഭാഷണം നിർവഹിക്കാനായി കുണ്ടൂർ മർക്കസിന്റെ പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട ഖാസിമി ഉസ്താദ് അവറുകളെ ആദരവോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആദരണീയരായ സ്റ്റേജിൽ ഉപവിഷ്ടരായ പണ്ഡിത മഹത്തുക്കളെ, നേതാക്കളെ, കാരണവന്മാരെ, ഈ മഹത്തായ സദസ്സിനെ ധന്യമാക്കിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ കാവൽ ഭടന്മാരെ, തിരങ്ങാടി മണ്ഡലം സമസ്ത സമ്മേളനമാണ് ഇവിടെ 2 ദിവസങ്ങളായി സമുചിതമായി ആഘോഷിക്കപ്പെടുന്നത്. വളരെ ചിരപുരാതന ചരിത്ര പാരമ്പര്യമുള്ള മമ്പുറത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് അലവി മമ്പുറം തങ്ങൾ അവർകളടക്കമുള്ള ഒട്ടനവധി സാദാത്യങ്ങളുടെ പാദസ്പർശനം കൊണ്ട് പുളകിതമായ മണ്ണാണ് ഈ കൊടിഞ്ഞിയുടെ മണ്ണ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഒരു കോട്ട കൊത്തളമായി വിരാജിക്കുന്ന പ്രദേശങ്ങളാണിത്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനെ മൊത്തമായി പ്രതിനിധീകരിക്കുന്ന സമസ്ത കേരള ആ മഹത്തായ സംഘടനയുടെ ഒരു ശക്തി ദുർഗമായ ഇവിടെ സമസ്തയെക്കുറിച്ച് കൂടുതൽ പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലെങ്കിലും വളർന്നു വരുന്ന യങ് ജനറേഷൻ പലപ്പോഴും സമീപകാല സംഭവവികാസങ്ങളെക്കുറിച്ചും സമസ്ത നാളിതുവരെ ചെയ്ത മഹത്തായ സേവനങ്ങളെക്കുറിച്ചും അജ്ഞരായിരിക്കുമെന്നതിന്റെ പേരിൽ എതിർവിഭാഗത്തിന്റെ പ്രചണ്ഡമായ പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് എന്താണ് സമസ്തയെന്നും സമസ്തയുടെ ആ കൊളുത്തിവെച്ച ദീപശിഖയുടെ പ്രയാണം എവിടം വരെ എത്തിയിട്ടുണ്ട് എന്നും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും സമസ്ത നടത്തിക്കൊണ്ടിരിക്കുന്ന മഹത്തായ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നും ഈ മുസ്ലിം സമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്ന ആ ഒരു മഹത്തായ ഉത്തരവാദിത്തമാണ് ഇത്തരം സമ്മേളനങ്ങളിലൂടെ ഉദ്ദേശിക്കുന്നത്. സമസ്തയെക്കുറിച്ച് സംസാരിക്കാൻ, അതിൽ വാചാലമാകാൻ ചെറിയൊരു പ്രാസംഗിന് തന്നെ കഴിയും. ഇന്ന് ഇന്ത്യ എന്ന് ഞാൻ പറയുന്നില്ല, മൊത്തം ലോകത്തിലേക്ക് നാം ഒരു ടോർച്ചടി നടത്തുകയാണെങ്കിൽ ലോകത്തുള്ള ഇസ്ലാമിക പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ഒന്ന് മൊത്തം വിലയിരുത്തിയാൽ ഈ ഒരു നൂറ്റാണ്ടിനിടയിൽ, പ്രത്യേകിച്ചും 1950-കൾക്ക് ശേഷം, 1950-കൾക്ക് ശേഷം കേരള മുസ്ലിങ്ങൾ നേടിയെടുത്ത വൈജ്ഞാനികമായ ഈ ഒരു മഹത്തായ വിപ്ലവം അത് എങ്ങനെ തുടങ്ങി, എന്തുകൊണ്ട് നാം ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്നു എന്നൊരു പഠനം നടത്തുകയാണെങ്കിൽ അവിടെ മഹത്തായ സമസ്ത എന്ന പണ്ഡിത സംഘടനയുടെ റോള് നമ്മൾക്ക് വളരെയധികം വ്യക്തമാകും.
ഒരു കാലത്ത് ഇസ്ലാമിക സംസ്കാരത്തിന്റെ ഈറ്റില്ലവും പേറ്റില്ലവുമായി അതിന്റെ പൈതൃകം പേറി നടന്നിരുന്ന ഓരോ നാടുകൾ ലോകത്തേക്കാകമാനം ഇസ്ലാമിക സംസ്കാരം ആവാഹിച്ച, ലോകമാസകലം ഇസ്ലാമിക വിദ്യാഭ്യാസത്തിന്റെ ഒരു പ്രസരണ കേന്ദ്രമായി പ്രവർത്തിച്ച നഗരങ്ങൾ ഇന്ന് നിലനിൽപ്പിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുക. നിങ്ങളൊന്ന് മനസ്സിലാക്കുക. കേരളത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഇന്ന് നാം വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യതിരിക്തമായി ഈ കേരളത്തിൽ ഇസ്ലാമിക പ്രചാരണത്തിന്റെ ഇത്ര ശക്തമായ ഒരവസ്ഥ ഉണ്ടായിത്തീരാനുണ്ടായ കാരണം കേരളത്തിലേക്ക് യമനിൽ നിന്ന് കുടിയേറിയ സാദാത്യങ്ങളും പണ്ഡിതന്മാരുമാണ് എന്ന കാര്യം വളരെ വ്യക്തമായ യാഥാർത്ഥ്യമാണ്. അഥവാ കേരളത്തിന്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോൾ മാലിക് ദീനാറിന്റെ കാലഘട്ടത്തെക്കുറിച്ച് പറഞ്ഞാൽ അത് വളരെ ചെറിയ ഒരു ചരിത്രം മാത്രമേ നമ്മൾക്ക് ഉപലബ്ധമാവുന്നുള്ളൂ. ചേരമാൻ പെരുമാളുടെ ചരിത്രം അത് ഹിജറ 1-ാം നൂറ്റാണ്ടിലാണെന്നും 2-ാം നൂറ്റാണ്ടിലാണെന്നും പല അഭിപ്രായ വ്യത്യാസങ്ങളും. കേരള മുസ്ലിങ്ങളുടെ ശരിയായ ചരിത്രത്തിന്റെ ആരംഭം യഥാർത്ഥത്തിൽ എവിടെ മുതലാണ് തുടങ്ങുന്നത്? സൈനുദ്ദീൻ മഹദൂമാരുടെ ചരിത്രം മുതൽക്കാണ് ആരംഭിക്കുന്നത്. 500 വർഷങ്ങൾക്കപ്പുറം യമനിൽ നിന്ന് കുടിയേറിയവരാണ്. യമനിലെ ശ്രീലങ്കയിൽ യമനിൽ നിന്ന് ശ്രീലങ്കയിൽ വന്ന് അവിടെ നിന്ന് ഇവിടെ കുടിയേറിയവരാണ് മഖ്ദൂമികൾ. അവർ യമനാണ് അവരുടെ ഒറിജിനൽ നാട്. രണ്ടാമത് ഇവിടെ കുടിയേറിയ പ്രമുഖ സാദാത്യ കബീലകളായ പാണക്കാട് സാദാത്യങ്ങൾ ഏറെക്കുറെ 300 കൊല്ലങ്ങൾക്കപ്പുറം ഇന്ന് ഈ കുഴപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സൻആയിൽ നിന്ന് 700 കിലോമീറ്റർ അകലെയുള്ള ഹലറമൌത്ത് പ്രോവിൻസിൽപ്പെട്ട തെരീം എന്ന് പറയുന്ന പ്രദേശത്തിൽ നിന്നാണ് അവർ കുടിയേറിയിട്ടുള്ളത്. ഈ നാടിന്റെ ചാരത്ത് അന്ത്യവിഷമങ്ങളുള്ള മഹാനായ മമ്പറം തങ്ങൾ മഹാനവറുകളും അതേ യമനിൽ നിന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആ യമനിന്റെ ആചാരവും അനുഷ്ഠാനവും സമ്പ്രദായങ്ങളും വേഷവിധാനങ്ങളും വേഷഭൂഷാദികളും എല്ലാമാണ് നമ്മൾ ഇക്കാലം വരെ കൊണ്ടു നടക്കുന്നത്. ഒരു കാലത്ത് യമനിന്റെ ഭാഗമായിരുന്നു ഒമാനിൽപ്പെട്ട സലാല എന്ന് പറയുന്ന പ്രദേശം. ഞാനൊരിക്കൽ അവിടെ സലാലയിൽ ഒരു ജുമഅക്ക് കൂടിയപ്പോ ഏതോ പ്രരൂഢമായ ഒരു കേരളത്തിന്റെ ഒരു കുഗ്രാമത്തിൽ ഒരു പള്ളിയിൽ ജുമഅക്ക് കൂടിയിരിക്കുകയാണോ എന്ന് എനിക്ക് തോന്നിപ്പോയി. എന്താ കാരണം? കേരളത്തിലെ പള്ളിയുടെ തിണ്ടത്തിരിക്കുന്ന വയസ്സന്മാർ പച്ച ബെൽറ്റും കുപ്പായിടാത്ത മുണ്ടുമായി കടാരക്കത്തിയുമായി, എന്റെ കുട്ടിക്കാലത്തൊക്കെ എന്റെ നാട്ടിലെ വയസ്സന്മാരങ്ങനെയായിരുന്നു. പ്രത്യേകിച്ചും ഞാൻ മലപ്പുറം പ്രോപ്പർ മലപ്പുറക്കാരാണ്. ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് ആൾ കുപ്പായിടാതെ, എന്റെ കുട്ടിക്കാലത്ത് ജുമഅക്കൊക്കെ പോയി തുടങ്ങുന്ന കാലത്ത് അകത്തെ പള്ളിയിലിരിക്കുന്ന പകുതിയിലധികം ആൾ കുപ്പായിടാതെ ഒരു മുണ്ടിങ്ങനെ പുറച്ചൊരു നല്ലൊരു ചോന്നൊരു കട്ടാരക്കത്തി ഒരു പച്ച ബെൽറ്റ് വയ്ത്ത ജുമഅക്ക് വന്നിരുന്നു. ഈ കാഴ്ച എനിക്ക് ഒമാനിലെ സലാല എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് കാണാൻ കഴിഞ്ഞപ്പോൾ ഞാൻ എന്റെ കൂടെയുള്ള ആളുകളോട് പറഞ്ഞു, നിങ്ങൾ നോക്കി കുഞ്ഞാമാക്കിയും പോക്കരാക്കി അയമുട്ടിയാക്കൊക്കെ കുത്തിരിക്കണുണ്ടാണ്. അപ്പൊ ആ സംസ്കാരമാണ് യഥാർത്ഥത്തിൽ നമ്മൾ നേടിയിരിക്കുന്നത്. അവരുടെ ആ വ്യക്തിത്വത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ നാം ഇന്ന് ഉയർന്നു വന്നിരിക്കുന്നത്. ശരിക്കു പറഞ്ഞാൽ ഒരു ചരിത്രകാരനൊരു പഠനം നടത്തേണ്ട ഒരു വിഷയമാണത്. ഇന്ന് യഥാർത്ഥത്തിൽ ഏറ്റവും ദുഃഖിക്കേണ്ടതായ ആളുകൾ യമനിൽ സംഘടന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും ദുഃഖിക്കേണ്ട ആളുകൾ കേരളക്കാരായ നമ്മളാണ്. കാരണം നമ്മുടെ എല്ലാ പ്രതാപവും നമ്മുടെ എല്ലാ ഈ ഫിഖഹിന്റെ മാനം വരെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. ഇന്ത്യയിൽ ഇന്ന് 20 കോടി മുസ്ലിങ്ങളുണ്ട്. 20 കോടി മുസ്ലിങ്ങളിൽ 19 കോടി മുസ്ലിങ്ങളും ഹനഫി മദ്ഹബുകാരാണ്. 19 കോടി. കേരളത്തിലുള്ള 1 കോടി ഇല്ല, 85-90 ഒക്കെ അതിൽ അപ്രോക്സിമേറ്റ് പറയാം. കേരളത്തിലെ 1 കോടി വരുന്ന മുസ്ലിങ്ങളിൽ ഒരു 80% ഷാഫി മദ്ഹബുകാരാണ്. വേറെയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഫുള്ള്
ഏത് ഭാഗത്ത് പോയാലും യു പി ആയാലും വേണ്ടില്ല, ഡൽഹി ആയാലും വേണ്ടില്ല, മധ്യപ്രദേശ് ആയാലും വേണ്ടില്ല, ഇനി അങ്ങോട്ട് പോയിട്ട് ആസാമായാലും ബംഗാളായാലും മേഘാലയ ആയാലും ഒറീസയായാലും നാഗാലാൻഡ് ആയാലും അരുണാചൽ പ്രദേശ് ആയാലും ഏത് പ്രദേശത്ത് ചെന്നാലും ഹനഫി മദ്ഹബ്. എന്താണ് ഈ വ്യതിരക്തതക്കുള്ള കാരണം? ഈ യമനുമായുള്ള നമ്മുടെ ബന്ധമാണ്. അപ്പൊ ആ ബന്ധത്തിലൂടെയാണ്, ഈ മഹദുമാരിലൂടെയാണ്, ഈ പാണക്കാട് തങ്ങന്മാരിലൂടെയാണ്, ഈ ജിഫിരി തങ്ങന്മാരിലൂടെയാണ്, അതുപോലെ തന്നെയുള്ള സാദാത്യ കബീലകളിലൂടെയാണ് ഇവിടെ നമ്മുടെ ആ ഇസ്ലാം നിശ്ചയിച്ചിരിക്കുന്നത്. ഒരു 8 നൂറ്റാണ്ടിന്റെ ചരിത്രമാണ് യഥാർത്ഥത്തിൽ നമുക്ക് പറയാനുള്ളത്. അത് ഓരോ കാലഘട്ടങ്ങളിലും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾക്കനുസൃതമായി ഇവിടെ പ്രവർത്തനങ്ങൾ നടന്നിരുന്നു. അതിന്റെ വൈപുല്യം എത്രത്തോളം ഉണ്ട് എന്ന് അന്നത്തെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ ഭയങ്കര ഒരു സുസജ്ജമായ പ്രവർത്തനങ്ങൾ പൂർവ്വകാലത്തുണ്ടായി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അന്ന് ജനങ്ങൾ തന്നെ ന്യൂനപക്ഷങ്ങളാണ്. കാരണം അത് നമ്മൾക്ക് നമ്മുടെ നാടിന്റെ പള്ളികളുടെ ചരിത്രവും ആ ഓരോ പള്ളിയും പരസ്പരമുള്ള ദീർഘവും ഇതൊക്കെ പരിശോധിച്ചാൽ നമ്മളെ മുസ്ലിങ്ങൾ വളരെ ന്യൂനപക്ഷമായിരുന്നു എന്നും കാണാൻ കഴിയും. പക്ഷെ അൽഹംദുലില്ലാഹ് ഇന്ന് നാം ഈ ആർജിച്ചെടുത്ത ഈ പുരോഗതി, 950-കൾക്ക് ശേഷം നാം ഈ നേടിയെടുത്ത പുരോഗതി എവിടെ നിന്ന് കിട്ടി നാം ഒന്ന് മനസ്സിലാക്കണം. 950 മുമ്പ് കേരളത്തിൽ ആകെ 3 യത്തീംഖാനകളാണുള്ളത്. ഒന്ന് JDT, മറ്റൊന്ന് തിരുരങ്ങാടി, മറ്റൊന്ന് മുക്കം. ഇപ്പൊ 2015 ആകുമ്പോ അംഗീകൃത യത്തീംഖാനകളുടെ എണ്ണം തന്നെ 300 ജില്ലാനായിട്ടുണ്ട്. എത്ര യത്തീംഖാനയുടെ എണ്ണം തന്നെ അറിയില്ല. 950-കൾക്ക് മുമ്പ് കേരള നാട്ടിൽ പ്രവർത്തിക്കുന്ന 2 അറബി കോളേജാണ്. ഒന്ന് ഇസ്ലാഹിലും താനൂരും വാഴക്കാട് ദാറുലും. 2015 ആയപ്പോ ഏറ്റവും ചുരുങ്ങിയത് 1000 അറബി കോളേജുകൾ ഇന്ന് നമ്മുടെ കേരളത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് 300 അറബി കോളേജുകളുടെ ചരിത്രം ഞാൻ എൻ്റെ ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അത് കുറെ മുമ്പാ. ഇന്ന് 1000-ഓളം അറബി കോളേജുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. അതേ സമയത്ത് നമ്മളൊരു ചിന്തിക്കേണ്ട കാര്യമുണ്ട്. ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ പ്രസരണ കേന്ദ്രമായിരുന്ന, ലോകത്തിന്റെ വൈജ്ഞാനികമായ എല്ലാ ഉയർച്ചയുടെയും വളർച്ചയുടെയും കേന്ദ്രമായിരുന്ന, അബ്ബാസിയ ഭരണത്തിന്റെ ആസ്ഥാനമായി 5 നൂറ്റാണ്ടിലധിക കാലം വിരാജിച്ച ബഗ്ദാദ് നഗരം, എന്തുമാത്രം വൈജ്ഞാനിക സ്ഥാപനങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. മതഭൗതിക വിദ്യാഭ്യാസത്തിന്റെ സമന്വയ കേന്ദ്രങ്ങൾ 6 നൂറ്റാണ്ടുകൾക്കപ്പുറം ബഗ്ദാദ് നഗരത്തിൽ സ്ഥാപിച്ച് ഇന്നും അതിന്റെ അവശിഷ്ടങ്ങളുണ്ട്. ആ ബഗ്ദാദിലൊക്കെയുള്ള അവസ്ഥ ഇന്നെന്താ? പ്രാഥമിക പാഠശാലകൾ പോലുമില്ല. ബഗ്ദാദ് നഗരത്തിൽ ഇന്ന് ജുമഅക്ക് പോകണമെങ്കിൽ വളരെ പാടുപെടണം. കാരണം ജുമഅയുടെ ദിവസം അവിടെ കർഫ്യൂ ആണ്. രാവിലെ 9 മണിക്ക് കർഫ്യൂ ഏർപ്പെടുത്തിയാൽ വൈകുന്നേരം 3 മണി വരെ കർഫ്യൂ ആണ്. 18 ലക്ഷത്തോളം മുസ്ലിങ്ങൾ അധിവസിക്കുന്ന ബഗ്ദാദിൽ 3 പള്ളികളിൽ മാത്രമാണ് ജുമഅയുള്ളത്. 3 പള്ളികളിൽ. ഇവിടെ കൊടിഞ്ഞി തന്നെ ഉണ്ടാവും 5 ജുമഅ. ബഗ്ദാദ് നഗരത്തിൽ 3 ജുമഅ. നിങ്ങൾ ചിന്തിക്കണം, മുസ്ലിം ജനസംഖ്യ എത്രയെന്നറിയാം? 18 ലക്ഷം. 25 ലക്ഷം ഉണ്ടായിരുന്നു, ഇപ്പൊ 18 ലക്ഷം. 3 പള്ളികൾ. ഒന്ന് ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പേരിലുള്ള പള്ളി, ഒന്ന് മൂസൽ കാളിമിന്റെ പേരിലുള്ള പള്ളി, ഒന്ന് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി തങ്ങളുടെ പേരിലുള്ള പള്ളി. ഈ 3 പള്ളിയിലാണ് ആകെ ജുമഅ നടക്കുന്നത്. ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി തങ്ങളുടെ പള്ളിയിൽ ഞാനൊരിക്കൽ ജുമഅക്ക് പങ്കെടുത്തിട്ടുണ്ട്. ആ ജുമഅക്ക് പങ്കെടുത്ത പള്ളിയിൽ കഷ്ടി ഒരു 1500 ആളുണ്ടാവും. അതെന്നെ ഒരുപാട് വിലക്കുകൾ ഭേദിച്ച് കർഫ്യൂ ലംഘിച്ച് പട്ടാളക്കാരെങ്ങനെ തോക്കുമായി ചൂണ്ടിക്കുമ്പോൾ ഒറ്റക്കൊറ്റക്ക് നടന്നു പോകണം. 4-5 ആൾ ഒന്നിച്ച് നടന്നു പോയി അപ്പ പൊട്ടു. ഞങ്ങളുടെ ഗൈഡ് ഞങ്ങൾക്ക് നൽകിയ നിർദ്ദേശം തന്നെ ഒറ്റക്കൊറ്റക്ക് പോകണമെന്നാ. ഇത് എവിടെയാണ് സംഭവിച്ചിരിക്കുന്നത് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഒരു 12 നൂറ്റാണ്ടല്ല, 14 നൂറ്റാണ്ട് കാലത്തോളം ഇസ്ലാമിക ഭരണം നിലനിന്നിരുന്ന, പേർഷ്യക്കാരിൽ നിന്ന് ഭരണം പറ്റിയതിനു ശേഷം മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ തുടക്കം കുറിച്ച, അലി റളിയല്ലാഹു അൻഹുവിന്റെ ഭരണത്തിന്റെ സിദാകേന്ദ്രം ഇറാഖിൽപ്പെട്ട കൂഫ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. കൂഫയിലാണ് മഹാനായ അലി റളിയല്ലാഹു അൻഹു, നജിഫിലാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. കൂഫയിലാണ് മഹാനവർക്ക് കുത്തുകിട്ടിയത്. ആ നാടുകളുടെ അവസ്ഥ ഇന്ന് എന്താണ്? എന്തിനധികം പറയുന്നു,
ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് നമ്മളൊന്ന് കടന്നു നോക്കുക. ഇന്ത്യയിൽ ഡൽഹിയും UP-യും അങ്ങനെ ആസാമും ബംഗാളൊക്കെ നമ്മൾ ചെന്ന് നോക്കിയാൽ ആസാമിലൊക്കെ മുസ്ലിം പോപ്പുലേഷൻ 35%. 35% ആസാമിലെ മുസ്ലിം ജനസംഖ്യ. ബംഗാളിലെ മുസ്ലിം ജനസംഖ്യ 30-35 ഇടയിലാണ്. നമ്മളെ കേരളത്തിന്റെ മുസ്ലിം ജനസംഖ്യ 25 അല്ലെങ്കിൽ 26. പക്ഷേ അവിടങ്ങളിലുള്ള മുസ്ലിങ്ങളുടെ അവസ്ഥ പഴയ കാലഘട്ടത്തിൽ നമ്മുടെ നാടുകളിൽ വയലുകളിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഹൈന്ദവ ഹരിജന സ്ത്രീകളുടെ അതേ വേഷവിധാനത്തിലാണ് 101% മുസ്ലിങ്ങൾ അധിവസിക്കുന്ന കുഗ്രാമങ്ങളിൽ വയലുകളിൽ അവർ വേല ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കണ്ടാൽ അതിശയപ്പെട്ടു പോകും. ഒരു യൂണിഫോമിന്റെ ഒരു പ്രശ്നമില്ല. നാം ഇന്ന് നമ്മുടെ ഏതെങ്കിലും ഒരു സ്കൂളിൽ ഒരു പെൺകുട്ടിക്ക് തല മറക്കാൻ അവസരം കിട്ടിയിട്ടില്ല എങ്കിൽ നമ്മളതൊരു വലിയ വിഷയമായിട്ട് എടുക്കുമ്പോൾ ബംഗാൾ, ആസാം എന്ന് പറഞ്ഞ് 2 സംസ്ഥാനത്തിൽ ചെന്ന് നോക്കിയാൽ ഏതെങ്കിലും ഒരു സ്കൂളിൽ ഒരു മുസ്ലിം കുട്ടി തലമറച്ച് പോകുന്നതായി കാണാൻ കഴിയില്ല. എല്ലാം ഒരേ മോഡൽ. ഒരു ഹാഫ് ജാക്കറ്റ് കണ്ടിട്ട് പുറം നന്നായിട്ട് കാണിച്ചിട്ട് ഇവിടെ ഹൈന്ദവ സഹോദരിമാര് പോലും ധരിക്കാത്ത വേഷവിധാനങ്ങളുമായി കൊണ്ടാണ് യൂണിഫോം, സ്കൂൾ യൂണിഫോം. അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ നാട്ടിൽ കാര്യം എന്താവട്ടെ, നമ്മുടെ ഈ സ്കൂളിലേക്കൊക്കെ നമ്മളെ പെൺകുട്ടികൾ ഇങ്ങനെ പോകുമ്പോ വളരെ സന്തോഷമാണ്. ഇപ്പൊ പ്രത്യേകിച്ചും തന്നെ നമ്മുടെ മുസ്ലിം മാനേജ്മെന്റിന്റെ കീഴിലുള്ള ഒരുപാട് സ്കൂളുകൾ തുടങ്ങിയപ്പോ അവരാ തലയിലെ മൊക്കനെയും അതുപോലെ അവരുടെ ആ ശരീരഭാഗങ്ങളൊന്നും കാണിക്കാതെ ഇങ്ങനെ പോകുമ്പോ ഒരു ബംഗാളി സഹോദരൻ വന്ന് ഈ കുട്ടികളെ ഫോട്ടോ എടുത്ത് കൊണ്ടുപോയി. കാരണം അതൊരു അതിശയമായിട്ടാണ് അവർക്ക് തോന്നുന്നത്. അപ്പൊ നാം ഒന്ന് ചിന്തിച്ചു നോക്കണം, ഈ ഒരു മാറ്റം എന്തുകൊണ്ടുണ്ടായി? അതിന് എല്ലാം എവിടെ ചെന്ന് നോക്കിയാലും ആ സോവിയറ്റ് റഷ്യയിൽപ്പെട്ട ഓരോ പ്രോവിൻസുകളിലേക്ക് ചെന്ന് നോക്കിയാലും അതിൽ നിന്ന് അതൊക്കെ ശിഥിലമായി കിടക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് ചെന്ന് നോക്കിയാൽ ഒരു കാലത്ത് ഇസ്ലാമിക സംസ്കാരത്തിന്റെ സമന്വയ വിദ്യാഭ്യാസത്തിന്റെ സ്ഥിരാകേന്ദ്രങ്ങൾ 500, 400, 600 കൊല്ലം മുമ്പുണ്ടാക്കിയ ഭീമാകാരങ്ങളായ മദ്രസ കെട്ടിടങ്ങളാണ് മധ്യേഷ്യയിലെ ഏറ്റവും വലിയ കാഴ്ചവസ്തു. യൂറോപ്യന്മാരായാലും ഇന്ത്യയിൽ നിന്നായാലും ആരവിടെ പോയാലും കാര്യമായിട്ട് കാണാനുള്ളത് എന്താ? ഒരു 5 നൂറ്റാണ്ട് മുമ്പ് സ്ഥാപിതമായ കെട്ടിടങ്ങളാണ്. ഒക്കെ വലിയ വലിയ മദ്രസ കെട്ടിടങ്ങൾ. അവിടെയൊക്കെ കെട്ടിടങ്ങളെ ഉള്ളത് കാഴ്ച വസ്തുക്കളാണ്, പഠനങ്ങളില്ല. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഈ കേരളമാവുന്ന ഈ കൊച്ചു സംസ്ഥാനത്തിൽ, ഈ മലബാറിൽ ഒരു കാലത്തും ഇസ്ലാമിക ഭരണം ഉണ്ടായിട്ടേ ഇല്ല. അതല്ലേ ഏറ്റവും വലിയ രസം. ഒരു മുസ്ലിം ഭരണം ഇവിടെ ഉണ്ടായിട്ടില്ല. ആകെ കേരളത്തിന്റെ ചരിത്രം മൊത്തം പരിശോധിച്ചു നോക്കിയാൽ വളരെ വളരെ ചെറിയ ഒരു പീരീഡ്, അഥവാ 1766 മുതൽ 1796 വരേക്കുള്ള ഒരു കുറഞ്ഞ പീരീഡ്, ടിപ്പു സുൽത്താന്റെയും ഹൈദരലിയുടെയും ഒരു ഭരണത്തിന്റെ ഒരു തേരോട്ടം ഇവിടെ കുറഞ്ഞ പ്രദേശങ്ങളിലൂടെ നടന്നു. അതും ഒരു ഇസ്ലാമിക ഭരണം എന്ന് പറഞ്ഞുകൂടാ. അവരിവിടെ നിർണയിച്ചിരുന്ന ആളുകളൊക്കെ ഇവിടുത്തെ നായന്മാരും നമ്പൂരിമാരുമായി. അതേപോലെ കണ്ണൂരിൽ അറക്കൽ രാജാവ് എന്ന് പറയുന്ന കുറഞ്ഞൊരു സ്ഥലം. ഇത് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ മഹദൂമിമാരിവിടെ വന്നപ്പോഴും ഈ പറഞ്ഞ സാദാത്യങ്ങൾ ഇവിടെ വന്നപ്പോഴും മമ്പറന്നങ്ങൾ ഇവിടെ വന്നപ്പോഴും ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ ആരായിരുന്നു? ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങളായിരുന്നു. നിങ്ങളത് മനസ്സിലാക്കണം. ഹൈന്ദവ ഭരണമായിരുന്നു ഇവിടെ. നമ്മുടെ ഭരണം ഉണ്ടായിട്ടില്ല. അതേസമയത്ത് ഡൽഹി ആസ്ഥാനമായി 900 കൊല്ലം മുസ്ലിം ഭരണം. 1712 മുഹമ്മദ് ബിൻ ഖാസിമു സഖഫി സിന്ധാക്രമണത്തോടുകൂടെ ആരംഭിച്ച ഇസ്ലാമിക ഭരണം അല്ലെങ്കിൽ മുസ്ലിം ഭരണം 1956 അവസാനത്തെ മുഗൾ രാജാവായ ബഹദൂർ ഷാ റങ്കൂണിലേക്ക് നാട് കടത്തുന്നതുവരെ നീണ്ടുനിന്ന, നിങ്ങൾ കണക്കൂട്ടിയാൽ മതി എത്ര കാലമുണ്ട്. AD 712 മുതൽ AD 1956 ബഹദൂർ ഷാ അവസാന, അഥവാ ഔറംഗസീബിന്റെ പുത്രനായ അവസാന മുഗൾ രാജാവായ ബഹദൂർ ഷാ റങ്കൂണിലേക്ക് നാട് കടക്കുന്ന ആ കാലഘട്ടം വരെ 1000 കൊല്ലക്കാലം ഇസ്ലാമിക ഭരണം നിലനിന്നിരുന്ന ആ പ്രദേശങ്ങളുടെ അവസ്ഥ ഇന്നെന്താണ്? ഈ ഒരു മാറ്റത്തിനുള്ള കാരണം എന്താണ് എന്ന് നമ്മളൊന്ന് വിലയിരുത്തുമ്പോൾ ഇവിടെ നമുക്ക് വളരെ വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട്. അത് ഈ നാട്ടിൽ സമസ്തയുടെ സ്ഥാപിത കാലഘട്ടം മുതൽ സമസ്തയും ആ സമസ്ത സ്ഥാപിതമാകുന്നതിന് മുമ്പുള്ള പീരീഡുകളിൽ
സമസ്തയ്ക്ക് സമാനമായ ആശയങ്ങൾ വെച്ചു പുലർത്തുന്ന ആളുകളും നയിച്ച മമ്പുറം ഞങ്ങൾ സമസ്തക്കാരനല്ല, അന്ന് സമസ്തല്ല. പാണക്കാട് തങ്ങന്മാര് സമസ്തല്ല, അന്ന് സമസ്തല്ല. അപ്പൊ അവർ വെച്ചു പുലർത്തിയ ആശയത്തെ സ്വരൂപിച്ചെടുത്ത ആശയമാണ് യഥാർത്ഥത്തിൽ സമസ്ത രൂപീകരണം. അപ്പൊ ഇന്ന് അൽഹംദുലില്ലാഹ് ഓരോ രംഗത്ത് നമ്മൾ കടന്നു ചെല്ലുമ്പോഴാണ് അതിന്റെ വൈപുല്യം നമുക്ക് മനസ്സിലാവും. ഇന്നിപ്പോ ഗൾഫ് നാടുകളിലൊക്കെ ചെന്നാൽ, ഒരു കാലത്ത് ഞാൻ ഒരിക്കൽ ഖത്തറിൽ പോയി. അന്ന് അവിടെ ഒരൊറ്റ മദ്രസയില്ല. പിന്നെ ഒരിക്കൽ ചെന്നപ്പോ ഒരു മദ്രസ ഉണ്ടേക്കണം ഭയങ്കര അതിശയത്തിൽ. ജമാഅത്തെ ഇസ്ലാമിക്ക് മുജാഹിദിനൊക്കെ ഭയങ്കര സ്വാധീനമുള്ള സ്ഥലം ഒരു മദ്രസ ഉണ്ടേക്കും. ഇപ്പൊ അവിടെ പോയി നോക്കുമ്പോ 5 മദ്രസകളാണ്. ഒമാനിലൊരിക്കൽ പോയി നോക്കുമ്പോ ആകെ 2 മദ്രസ ഉണ്ട്. ഒന്ന് റുവിയിലൊരു മദ്രസ ഉണ്ട്, മറ്റൊരു മദ്രസ സലാലിയിലുണ്ട്. ഈയിടെ ഒന്ന് അവിടെ ചെന്ന് നോക്കുമ്പോ 17 മദ്രസ. ഒമാനിലെ സമസ്തയുടെ കീഴിലുള്ള 17 മദ്രസ. അങ്ങനെ ഒമാനിലെ ഒരു സ്ഥലത്ത് സീബിലടുത്ത് റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീന്റെ ഒരു സമ്മേളനം ഉണ്ടായിരുന്നു. അതിന്റെ ഒരു ഡെലിക്കേഷൻ, അതിന്റെ പ്രതിനിധികൾക്കുള്ള ഒരു യോഗം. അപ്പൊ ഇതിൽ ക്ലാസ് എടുക്കാൻ വേണ്ടി എന്നെയും ക്ഷണിച്ചിരുന്നു. എനിക്കിങ്ങനെ കണ്ടപ്പോൾ വല്ലാത്തൊരു അതിശയം തോന്നിപ്പോയി. ഈ നാട്ടിലുള്ള ഒരുപാട് പ്രഗത്ഭരായ പണ്ഡിതന്മാരവിടെ ഓരോ മദ്രസയിൽ സിദറുമാരായി സേവനം ചെയ്തുകൊണ്ടിരിക്കുക. അന്തമാനിലേക്ക് ചെന്ന് നോക്കിയാണെങ്കിൽ 10-15ഓളം മദ്രസകൾ, സമസ്ത അംഗീകാരമുള്ള മദ്രസ. മലേഷ്യ, യഥാർത്ഥത്തിൽ മലേഷ്യയിൽ മലയാളമല്ല. മലേഷ്യയിലെ മലയാളം എന്ന് പറഞ്ഞാൽ നമ്മുടെ വല്യമ്മാന്റെ മലയാളമാണ്. കാരണം അവരിവിടുന്ന് പോയിട്ട് 1 നൂറ്റാണ്ട് കാലത്തോളമായി. അപ്പൊ ആ കാലഘട്ടത്തിൽ ഈ നാട്ടിലുള്ള വയസ്സന്മാരുടെ ഭാഷ എന്താണെങ്കിൽ ആ ഭാഷയാണ് ഇപ്പോൾ അവിടുത്തെ ചെറുപ്പക്കാരുടെ കുട്ടികളുടെ ഭാഷ. അത്ര ഓർത്തഡോക്സുകളാണ്. കാരണം എന്താണ്, ആധുനിക മലയാളത്തെ കുറിച്ചൊന്നും അറിയില്ല. അപ്പോ വളരെ വളരെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരു 50 കൊല്ലം, ഒരു 100 കൊല്ലം മുമ്പ് വൃദ്ധകളും വൃദ്ധന്മാരും സംസാരിച്ചിരുന്ന ഭാഷയാണ് അവിടുത്തെ ചെറുപ്പക്കാരുടെ ഭാഷ. എന്നാൽ പോലും ഓറിൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മദ്രസ ഉണ്ട്. ആ മദ്രസയിൽ മലയാളം വരെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ മദ്രസയുടെ ഒരു കമ്മിറ്റി സെക്രട്ടറി അദ്ദേഹം സമസ്തയുടെ സമ്മേളനത്തിലൊക്കെ വന്നിരുന്നു. അപ്പൊ എന്നെ അയാളെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ക്ഷണിച്ചിട്ട് കാര്യമായിട്ട് കാണിച്ചെന്ന് അറിയും. മൂപ്പരെ ബാഗൊക്കെ തുറന്നിട്ട്, അപ്പൊ മൂപ്പർക്ക് സമസ്ത സമ്മേളനത്തിൽ വന്നിട്ട് ഒരു ബാഡ്ജൊക്കെ കിട്ടിയിരുന്നു. ആ ബാഡ്ജൊക്കെ വലിയ നിധി പോലെ സൂക്ഷിച്ചു വെച്ച് എല്ലാവരും കെട്ടൊക്കെ എടുത്തിട്ട് കാണിച്ചിരുന്നപ്പോ എന്താ അതിന്റെ ഭക്ഷണത്തിനുള്ള എന്തെല്ലാം സമസ്ത സമ്മേളനത്തിന്റെ എല്ലാ പരിപാടികളുമാണ്. അപ്പൊ മൂപ്പരെന്താ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, അവിടുത്തെ മദ്രസ സദസ്യരെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുക, കുട്ടികൾക്ക് മലയാളം പഠിപ്പിക്കണം. മലയാളത്തിന് വേണ്ടിയല്ല മലയാളം പഠിപ്പിക്കണം, നമ്മുടെ സംസ്കാരം നിലനിർത്താൻ വേണ്ടി. നോക്കണങ്ങൾ, ഇതൊക്കെ എന്താണ് സമസ്തയുടെ ഈ വിഷയത്തിലുള്ള പങ്ക? എന്തിനധികം പറയുന്നു, മറ്റ് ചില രാഷ്ട്രങ്ങളിലുള്ള ചില ആളുകൾ. ഞാൻ ഷാർജയിലൊക്കെ പോയപ്പോ എനിക്കുണ്ടായൊരു വല്ലാത്ത, അതുകൂടി പറഞ്ഞാൽ നിർത്തുക, കാരണം ഇവിടെ സത്താറും അതുപോലുള്ള വലിയ വലിയ പ്രാശികന്മാരൊക്കെ ഉണ്ട്. ഷാർജയിൽ ചെന്നപ്പോ എന്റെ ഒരു അനുഭവം ഉണ്ടായി. ഒരാളിനോട് പറയാൻ, ഒരു ബീഹാറുകാരനാണ്, ബീഹാറുകാരനോട് പറയാം, ഹമാരാ വോ മദ്രസ ബന്ധോകെ, നമ്മളെ മദ്രസ ബന്ധായി പോയി. ബീഹാറിന്റെ ഏത് മദ്രസ? ആപ്കാ മദ്രസ കോൺസാ ഹൈ? ഹമാരാ തുർമതി മദ്രസ. പഠിച്ച തമ്പുരാനെ, തുർമതി മദ്രസ, ഹമാരാ തുർമതി മദ്രസ. അവിടെ 2 കൊല്ലം മുമ്പ് വർഷകാലം ആ മദ്രസത്ത് തുർമതി പറഞ്ഞാൽ നമ്മുടെ ആ മദ്രസ അവിടെ ബന്ധായി. നമ്മളത് നല്ല എല്ലാവർക്കും ബന്ധേക്കണം, മുജാഹിദീങ്ങൾക്ക് കൂടുതൽ ബന്ധേക്കണം. അവിടെ ഇപ്പൊ കൂടുതൽ ബന്ധമായത് മുജാഹിദീങ്ങളുടെ. അപ്പോ നമ്മളെ മദ്രസ ബന്ധായിട്ടുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ച്, പഠിച്ച തമ്പുരാൻ ഈ കുട്ടിക്ക് എങ്ങനെ ഉറുദു ഒക്കെ അറിയാം? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സമസ്തയുടെ മദ്രസയിൽ ചേർന്ന് ഈ കുട്ടികള് ദീന് പഠിച്ചു എന്നല്ല, മലയാളം പഠിച്ചു. ഇപ്പൊ ഈ പ്രാവശ്യം ഞാൻ പോയപ്പോ, ഈ റബീഉൽ അവ്വൽ ഞാൻ അവിടെ പോയപ്പോ ഇദ്ദേഹത്തെ കണ്ടു. അദ്ദേഹത്തിന് മൂത്ത പുത്രനുണ്ട്, മദ്രസ തുർമതിയിൽ 7ാം ക്ലാസ്സൊക്കെ പഠിച്ചിട്ടുണ്ട്. ആ കുട്ടി പറയുന്ന മലയാളം, നമ്മൾ അവിടെ പഠിച്ചു വളർന്ന ചില കുട്ടികളുണ്ട്, അവരെക്കാളും ശുദ്ധമായി കൊണ്ട് ഈ കുട്ടി മലയാളം പറയാം. നിങ്ങൾ ആലോചിച്ച് നോക്കണം. സമസ്തയുടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനം മാത്രമല്ല, വൈജ്ഞാനിക മേഖലയിലുള്ള നമ്മുടെ പ്രവർത്തനം. അപ്പൊ ഏതോ ബീഹാറുകാരനായ ആള് പറയുന്നത്, അദ്ദേഹത്തിന്റെ ദുഃഖം പങ്കുവെക്കുന്നത് നമ്മുടെ മദ്രസ ബന്ധായുള്ള ദുഃഖമാണെങ്കിൽ, ആ മദ്രസ കൊണ്ട് അയാൾ നേടിയെടുത്ത പുരോഗതി എന്താണ് എന്ന് നമ്മളത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇവിഷയകമായി സംസാരിക്കാൻ പ്രാഗൽഭ്യമുള്ള ഒരുപാട് ആളുകൾ ഇന്നും നാളെയുമായി കൊണ്ട് ഈ സ്റ്റേജിൽ വരും. എന്റെ സബ്ജക്റ്റ് അല്ല ഇത്തരം കാര്യങ്ങളൊന്നും.
അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇത് സംബന്ധിച്ച് ഒരുപാട് പ്രാസംഗികൾ കേൾക്കും. അതുകൊണ്ട് ഞാൻ പ്രസംഗിച്ച് ആവർത്തന വിരസത, ഓരോരുത്തർക്കും ഓരോരോ കാര്യങ്ങൾ വിട്ടുകൊടുക്കുന്ന ആളോ അതിന്റെ ഭംഗി. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ആവർത്തന വിരസത ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഇന്നും നാളെയുമായുള്ള പരിപാടി അൽഹംദുലില്ലാഹ് വമ്പം വിജയമാക്കണം. നമ്മൾക്കുള്ള ഒരൊറ്റ തകരാറ് ഇപ്പൊ എന്താണെന്നറിയോ? ഒരു ആലസ്യം, ഒരു അപകർഷത. ഇതാണ് ഇപ്പൊ നമ്മളെ പിടികൂടിയിരിക്കുന്നത്. മറ്റുള്ള പ്രസ്ഥാനത്തിന്റെ ആളുകൾ അവരെ എന്തൊരു ചെറിയ വിഷയവും അവരുടെ അഭിമാന പ്രശ്നമാക്കി മാറ്റി, വലിയ വിഷയമാക്കി മാറ്റാണ്. ഇന്ന് രാവിലെ സഹോദരൻ എന്നോട് സംസാരിക്കാം, സുപ്രഭാതം പേപ്പർ അന്തമാനിക്ക് എത്തിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ മലയാളമൊന്നും ഭാഷയൊന്നും അറിയാതെ എങ്ങനെ ഇപ്പൊ സുപ്രഭാതം പേപ്പർ ഇപ്പൊ അവിടെ നടക്കുമോ? അല്ല, അവര് കുറെയൊക്കെ നടക്കും. അപ്പൊ തുടർന്ന് പറഞ്ഞത് എന്താണെന്നറിയോ? സിറാജ് പത്രം അവിടെ എത്തിക്കുന്നുണ്ട്. എന്നിട്ട് അത് എത്രയൊന്നും എണ്ണൊന്നുമില്ല, അവിടെ എത്തിയെന്ന് അറിയിക്കാൻ വേണ്ടി പോലും എത്തിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, എന്നാ എങ്ങനെയെങ്കിലും നിങ്ങളിത് എത്തിക്കാൻ നോക്കി. അപ്പൊ മറുപക്ഷത്തിന്റെ വിവിധ ആൾക്കാരുടെ ഒന്നോ രണ്ടോ ആളുകൾ ഉണ്ടായാൽ മതി, എന്തൊരു ആവേശക്കാരെന്നറിയോ? കൊടിഞ്ഞ് ഈ പറപ്പാറപ്പുറത്ത് രണ്ടെണ്ണം ഉണ്ടായാൽ മതി. അപ്പൊ കാണാൻ ഭയങ്കര മഹളമയം, എല്ലായിടത്തും നോട്ടീസ്, പ്രചണ്ഡമായ പ്രചരണങ്ങൾ, അതിന്റെ ആ വേഷവിധാനങ്ങളും വേഷഭൂഷാദികളും ആളുകൾ ആകർഷിക്കത്തക്ക രൂപത്തിൽ. നമ്മൾ ബഹുഭൂരിപക്ഷം ഉണ്ടായാലും നമ്മളുടെ പ്രവർത്തനത്തിലുള്ളൊരു ആലസ്യം, ഈ ആലസ്യം വിട്ട് നാം സടകുടഞ്ഞ് എഴുന്നേൽക്കേണ്ടതുണ്ട്. ഇന്ന് യഥാർത്ഥത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ, ഇന്ന് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഉയരാനും വളരാനും പറ്റിയ അവസരമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്ര നല്ല ഒരു അവസരം കേരള ചരിത്രത്തിൽ സമസ്തയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞുപോയിട്ടില്ല. എന്താ കാരണം? സുന്നികളിലൊരു ചെറിയ പിളർപ്പുണ്ടായപ്പോ, സുന്നികളിലെ പിളർപ്പ് എന്നാൽ നമ്മൾക്കറിയാം, ആശയപരമായ പിളർപ്പല്ല, രാഷ്ട്രീയപരമായ പിളർപ്പ. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ലീഗിനെ പിന്തുണക്കാൻ പറ്റുമോ പറ്റൂലേ? നമ്മൾ ഭൂരിപക്ഷം ആളുകൾ പറഞ്ഞു മുസ്ലിം ലീഗ് നമ്മുടെ സമുദായ സംഘടനയാണ്, അതിനെ വളർത്തണം, ഉയർത്തണം. മറുപക്ഷം എന്താ പറഞ്ഞ? മുസ്ലിം ലീഗിനെ തകർക്കണം. മുസ്ലിം ലീഗിന്റെ കോണി എന്ന് പറഞ്ഞാൽ നരകത്തേക്ക് ഇറങ്ങാനുള്ള കോണിയാണ്. സാധാരണ എല്ലാവരും കയറാനാ കോണി ഉപയോഗിക്കുക. ഒരു പറഞ്ഞതങ്ങനെ നരകത്തേക്ക് ഇറങ്ങാനുള്ള കോണിയാണ്. മുസ്ലിം ലീഗ് കാഫിർ മുജാഹിദാണ് എന്നൊക്കെ പറഞ്ഞു കാണാണ് പ്രചരണങ്ങൾ ഉണ്ടായത്. സത്യത്തിൽ അന്ന് മറ്റു വിഭാഗം ആളുകൾ നമ്മളെ കളിയാക്കി. നിങ്ങളിപ്പോ രണ്ടായല്ലേ. ഇന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കണം, മുജാഹിദ് വിഭാഗം 5ആയിട്ടാ വളർന്നത്. 5ആയിട്ട്. നമ്മളൊരു സമ്മേളനത്തിന് നമ്മളൊരു മുജാഹിദിന്റെ ഒരു പ്രതിനിധിയെ ക്ഷണിച്ചപ്പോ ആ മുജാഹിദ് പ്രതിനിധി പറഞ്ഞ്, നിങ്ങൾ ഇന്നെ ക്ഷണിക്കണ്ട. അതെ, നിങ്ങൾക്ക് ഇപ്പൊ ഇന്നെ പറ്റി അറിയില്ലേ? എന്താ അറിയേ? ഞാൻ ഇപ്പൊ അതിന്റെ ആളല്ലല്ലോ. പിന്നെ ഏതാ? ഞാൻ ഇപ്പൊ ബാലുശ്ശേരി, മുജാഹിദ് ബാലുശ്ശേരിയാണ്. നോക്കണങ്ങള്, മുജാഹിദ് ബാലുശ്ശേരി എന്ന് വേറെ. ഇനി അതൊന്നും അല്ലാത്തൊരു സൂഫി മുജാഹിദ് പ്രസ്ഥാനം ആരംഭിച്ചിട്ടുണ്ട്. ഒരു പള്ളി ദിവസമൊക്കെ ആയിട്ട് കാക്ക കുത്തിരക്കുണ്ട്. അത് സൂഫി മുജാഹിദ് പ്രസ്ഥാനം. 5 ഗ്രൂപ്പുകളാണെന്ന് നിലവിൽ മുജാഹിദിലുണ്ട്. ഇവർ തമ്മിലുള്ള ആ അഭിപ്രായ അന്തരങ്ങൾ, എന്തിന്റെ പേരിൽ ഇവർ അഭിപ്രായ അന്തരപ്പെട്ടു? ഞാൻ അവരുടെ നേതാവിൽ നിന്ന് കേട്ടതാ. എന്തിനാണ് ബാലുശ്ശേരിക്കാരെ പുറത്താക്കിയതെന്നറിയോ? അതിന്റെ രഹസ്യ അജണ്ട. പുറത്താക്കാനുള്ള കാരണം, ഇവരെ പുറത്താക്കാൻ ഒരു താല്പര്യമില്ല. കാരണം നല്ല വാചാലമായ പ്രാസംഗന്മാരാ. പുറത്താക്കിയിട്ടില്ലെങ്കിൽ സമസ്തക്കാര് നമ്മളോടൊരു ചോദ്യം ചോദിക്കും, പിന്നെന്താ നമ്മളും പോലും തമ്മിലുള്ള വ്യത്യാസം? ജിന്നിന്റെ സഹായം തേടാം, ഇതാണ് ജിന്നിന്റെ സഹായം തേടാം എന്ന് പറഞ്ഞ് അതിന് നമ്മൾ അംഗീകാരം കൊടുക്കുകയാണെങ്കിൽ എന്തിനെ ഇപ്പൊ എത്ര കാലം നമ്മൾ തവസ്സുൽ ഇസ്തിഗാസയും പറഞ്ഞുകാണ്ട് പറ്റങ്ങളോട് എതിർത്ത് നിന്നു എന്ന് സജീവമായ ചർച്ച വന്നപ്പോൾ ഗത്യന്തരമില്ലാതെയാണ് ബാലുശ്ശേരിക്കാരെ നീക്കിയത്. ഇത് അവർ തമ്മിലുള്ള അഭിപ്രായ അനൈക്യങ്ങളുടെ ആ ഗുരുതരമായ അവസ്ഥ. നമ്മൾ യഥാർത്ഥത്തിൽ പറയാൻ നമ്മൾ സുന്നി 2ആയി എന്ന് പറഞ്ഞാൽ ഇന്നും അടിസ്ഥാനപരമായി നമ്മൾ ഒരു വിയോജിപ്പില്ല. നമ്മൾ പറയുന്നതും അവർ പറയുന്നതും സുന്നത്ത് ജമാഅത്തിന്റെ കാര്യത്തിൽ വിയോജിപ്പില്ല. ഇതല്ല, അടിസ്ഥാനപരമായ കാര്യത്തിൽ തന്നെ വിയോജിപ്പിലാണ് അവരിയ്ക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അത് അതിനേക്കാളും പറയാനുണ്ട്. എന്താ കാരണം? ഒരു കാലഘട്ടത്തിൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ പാടില്ലോ, ഗവൺമെന്റ് ഉദ്യോഗം പാടില്ലോ എന്ന് പറഞ്ഞ് ഗവൺമെന്റ് ഉദ്യോഗത്തിൽ നിന്ന് രാജിവെപ്പിച്ചൊരു പ്രസ്ഥാനം. അബ്ദുള്ള സാഹിബ് ഒരിക്കൽ അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ തമാശ രൂപത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. രാജിവെപ്പിച്ച പ്രസ്ഥാനം. അപ്പൊ അവസാനം എന്തായി? 1977 മുതൽക്ക് രാഷ്ട്രീയത്തിൽ ഇറങ്ങി എന്നെ കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ. എല്ലാം കഴിഞ്ഞിപ്പോ സ്വന്തം പാർട്ടിയായി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കൽ ശിർക്കാണ്, താവൂത്തി ഗവൺമെന്റിനെ അംഗീകരിക്കാന്ന് അവര് പറഞ്ഞത്.
ഇനി നമ്മുടെ ആൾട്ടർനേറ്റീവായി നിലകൊള്ളുന്ന നമ്മുടെ പ്രസ്ഥാനക്കാര്, അവരെപ്പറ്റി ഞാൻ ഒന്നും പറഞ്ഞില്ല. കാരണം അതിനെപ്പറ്റി പറയാനുള്ള ഒരുപാട് ആളുകൾ അവിടെ വരുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇത്ര ഒരു ആശയ പാപ്പരത്തിന്റെ പരമോന്നതിയിലാണ് ഇന്ന് നിൽക്കുന്നത്. മുടിയാകെ നൂലാമാലയായിരിക്കണം. അതിന്റെ പേരിൽ അവരിൽ ശൈഥില്യം പരമാവധിയുണ്ട്. പക്ഷെ അച്ചടക്കം കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് മാത്രം ആ ശൈഥില്യം അതിന്റെ പരമാവധിയിൽ ഇത് പുറത്തു വരുന്നില്ല എന്ന് മാത്രം. ഈ അവസരം ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഓരോ പ്രസ്ഥാനക്കാരിലേക്കും എടുത്തു നോക്കുകയാണെങ്കിൽ വമ്പം ശൈഥില്യത്തിന്റെ പരമാവധിയിലാണെന്ന് അവരുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ശൈഥില്യത്തിന്റെ പ്രശ്നം ഇവിടെ ഇല്ല. ഒരു ശൈഥില്യം ഇവിടെ ഉദിക്കുന്നില്ല. അവർക്കൊക്കെ ഒരു നേതാവുണ്ട്. ആ നേതാവ് കഴിഞ്ഞ 10 ഗ്രൂപ്പായി. ഇവിടെ എത്ര നേതാക്കൾ പോയാലും ഇവിടെ ഗ്രൂപ്പ് നോക്കാൻ പോകുന്നില്ല. ഇവിടെ ഒരു നേതാവിനെ കണ്ടിട്ട് എല്ലാ ആളുകൾ അണിനിരന്നിരിക്കുന്ന സമസ്തയെ കണ്ടിട്ടാ. എത്ര വലിയ നേതാവ് വഫാത്തായാലും പാർട്ടിക്കൊന്നും വരൂല. മറുപക്ഷത്തിന്റെ അവസ്ഥ എന്താണ്? ഒരു നേതാവ് വെച്ച 10 പാർട്ടി ഉണ്ടാവും. നമുക്ക് ജീവിതം ഉണ്ടെങ്കിൽ നമുക്കൊക്കെ കാണാം. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രസംഗം അധ്യക്ഷ ഭാഷണമാണ്. ഞാൻ നീട്ടിപ്പറ്റുന്നില്ല. ഒരുപാട് പ്രാസംഗികന്മാർ ഇന്നും നാളെയുമായി പല വിഷയങ്ങളും ക്ലാസ്സുകളൊക്കെ അവതരിപ്പിക്കാൻ ഞാൻ പറഞ്ഞ നിർത്തിയതാണ്. അപ്പൊ നിർത്തിയപ്പോ ഒന്നുകൂടി ഉണ്ടാക്കാൻ നമ്മൾ വിജയിപ്പിക്കണം. നമ്മുടെ ആ സ്ഥിരം ആ അപകർഷതയും ആ ഇൻഫിനിറ്റി കോംപ്ലക്സ് നമുക്ക് കാര്യമായിട്ടുള്ള ആ കോംപ്ലക്സാ കാര്യമായിട്ടുള്ളത്. അതിപ്പോ എന്താ ഇനി ഞാൻ പോയില്ലെങ്കിൽ അതുണ്ടായിക്കോളും. അതിപ്പോ എന്താ നമ്മളെ പാർട്ടിന്റെ തന്നെയല്ലേ. ഈ ഭൂരിപക്ഷ പാർട്ടിക്കുണ്ടാകുന്ന എപ്പോഴും ഉണ്ടാകുന്ന ഒരവസ്ഥയാണ്. കണ്ടിട്ട് ഞങ്ങള് എല്ലാ മുസ്ലിം ലീഗിന്റെ മഹാഭൂരിപക്ഷക്കാരും ഒന്നും ചെയ്യാതെക്കാരുണ്ടാകുക. ഒരു 4 എണ്ണം പുറത്തോട്ട് പോയാൽ എന്താ പിന്നെ ഓല ആവേശം. കാസർഗോഡ് യോഗത്തിൽ കൊടി പിടിച്ച് ഇവിടുന്ന് പോകും. ഇവിടെ നമ്പർ 2 കൊടിഞ്ഞൂർ യോഗമുണ്ട്, അല്ലെങ്കിൽ തിരകാടി യോഗം ഉണ്ട്. പോരാത്താളാ മുസ്ലിം ലീഗിൽ അണിനിരന്നിരുന്ന കാലത്ത് തിരകാടിയിലെ യോഗത്തിന് പോകാത്താള് ലീഗായിട്ട് തെറ്റി നോക്കുമ്പോ ഒരു കാറിന് മുന്നിൽ കൊടി കുത്തിയിട്ട് കാസർഗോഡ്ക്കാ പോകുന്നു. ഇതെന്താണ്? ഈ ഭൂരിപക്ഷ സമൂഹത്തിനും ആ പാർട്ടികൾക്കൊക്കെ ഉണ്ടാകുന്നൊരവസ്ഥ. ആ അവസ്ഥ നമ്മൾ പിടിപിടിക്കും. അപ്പൊ ഞാനില്ലെങ്കിൽ നടക്കും. മറ്റവനങ്ങനല്ല, ഞാൻ തന്നെയാണ്. കണ്ടിട്ട് ഞങ്ങൾ ചില പോയത്തക്കാർ ഒരു കൊടി പിടിച്ച് ടൗണിൽ കൂടി സിന്ദാബാദ് സിന്ദാബാദ് നടക്കുന്നത്. നമ്മളെ കുട്ടികളോടൊന്ന് പറഞ്ഞാൽ ഒരു കൊടിയും പിടിച്ചിട്ട് അങ്ങാടി കൂടെ നടക്കുന്ന ഒറ്റ കുട്ടിയും കിട്ടൂല. ലീഗുകാരെയും കിട്ടൂല, സമസ്തക്കാരെയും കിട്ടൂല. അതേസമയത്ത് മറ്റു പ്രസ്ഥാനക്കാരൊക്കെ ഞാൻ പലപ്പോഴും കണ്ട അതിശയപ്പെടാറുണ്ട്. ഒരു വലിയൊരു കൊടി പിടിച്ചിട്ട് ഒരാള് സിന്ദാബാദ് സിന്ദാബാദിന് വിളിക്കും. സാധാരണഗതിയിൽ നമ്മൾ ഭ്രാന്തനായിട്ട് കണക്കാക്കുക. അപ്പൊ ഈ ജാതി പ്രവർത്തനങ്ങളിലൂടെ ആളുകൾ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന സമയം. അപ്പൊ അതുകൊണ്ട് നമ്മൾ വളരെ ഫലപ്രദമായ യുക്തിപരമായി ആളുകളെ ചീത്ത പറയാതെ അപഹസിക്കാതെ നേരായിട്ട് പറഞ്ഞിട്ട് തന്നെ നമുക്ക് എമ്പാടും പ്രചരിപ്പിക്കാണ്ടത്. എന്തിനാ ആൾക്കാരെ ചീത്ത പറഞ്ഞു? ഒരാളെ ഒന്നും പറയേണ്ട കാര്യമില്ല. നമ്മൾക്ക് നമ്മുടെ ആശയം നമ്മുടെ സ്റ്റാൻഡിൽ നിന്നിട്ട് യുക്തിപരമായി തന്നെ എമ്പാടും പാടും അവതരിപ്പിക്കാണ്ട്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയങ്ങൾ തന്നെ പറയാണ്ട്. ഓരോ ആശയങ്ങൾക്കുമുള്ള ലോകത്തുള്ള മൊത്തം അവസ്ഥകൾ എങ്ങനെയെന്ന് നമ്മൾക്കിന്ന് വളരെ യുക്തിപരമായി അവതരിപ്പിക്കാൻ കഴിയും. അങ്ങനെ യുക്തിപരമായി അവതരിപ്പിച്ചിട്ട് മാറിയ ആളുകൾ പോലും ഉണ്ട്. മാറിയ ആളുകളുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ, അങ്ങനെയൊന്നുമല്ല. ആളുകൾ ഒരിക്കലും ചീത്ത പറയരുത്. നമ്മുടെ ഇതര പ്രസ്ഥാനങ്ങളിൽപ്പെട്ട ആളുകളെ യുക്തിപരമായി ബുദ്ധിപരമായി അവരെ സമീപിച്ചാൽ അവരെ മനസ്സ് മാറ്റിയെടുക്കാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് ആ രൂപത്തിലുള്ള ബുദ്ധിപരമായ സമർത്ഥനത്തിലൂടെ നമ്മുടെ ആശയ പ്രചരണം നടത്തുകയാണെങ്കിൽ ഈ സമയം നമുക്ക് ഏറ്റവും ഉപയോഗപ്പെടുത്താൻ പറ്റിയ സമയമാണ്. അതിൽ നാം എല്ലാവരും ജാഗരൂകരാകണം. ഈ പ്രവർത്തനങ്ങൾ നമ്മളൊക്കെ ഭാഗവക്കാകണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഈ സംഗമം അള്ളാഹു വിജയിപ്പിക്കട്ടെ. എല്ലാവിധ അള്ളാഹു സുബ്ഹാനഹു നമുക്ക് ക്ഷേമ ഐശ്വര്യങ്ങൾ പ്രദാനം ചെയ്യട്ടെ. ഈ 2 ദിവസത്തെ ഈ സമ്മേളനം കൊണ്ട് ഈ നാടിനും ഈ സമൂഹത്തിനും ഈ മണ്ഡലത്തിലും അതിൻ്റെതായ ഒരു ചൈതന്യം അള്ളാഹു വിതക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ അധ്യക്ഷ ഭാഷണം അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. ആദരണീയരായ ഉസ്താദ് കൊടിഞ്ഞി മഹല്ല് ഖത്തീബ് ഹൈദർ അലി ഫൈദി കുറ്റിപ്പുറം വളരെ ചുരുങ്ങിയ വാക്കിൽ സദസ്സിന് ആശംസകൾ അർപ്പിക്കുന്നു. അധ്യക്ഷന് വേണ്ടി ഉസ്താദ് അവറുകളെ സാദരം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ആദരണീയരായ
കുണ്ടൂർ മർക്കസ് സഖാഫത്തുൽ ഇസ്ലാമിയുടെ പ്രഗത്ഭനായ പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട അബ്ദുൽ ഗഫൂർ അൽ ഖാസിമി ഉസ്താദ് അവറുകളെ, സമസ്ത കേരള ജമിഅത്തുൽ ഉലമയുടെ സ്റ്റേജുകളിൽ പ്രഗത്ഭ പ്രാസംഗികനും സംഘാടകനുമായ ബഹുമാനപ്പെട്ട സത്താർ പന്തല്ലൂർ, അതുപോലെ ബഹുമാനപ്പെട്ട കൊടിഞ്ഞിപ്പള്ളിയിലെ മുദരീസ് ഷാഹുൽ ഹമീദ് ജമീലി തങ്ങൾ, വേദിയിൽ ഉപവിഷ്ടരായ മറ്റ് ഉന്നതമായ വ്യക്തിത്വങ്ങളെ, മഹല്ല് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട പി സി മുഹമ്മദ് ഹാജി, ടി സി അഹമ്മദ് കുട്ടി ഹാജി തുടങ്ങിയതായ മഹല്ല് കാരണവന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങൾ ഖബൂൽ ചെയ്യുമാറാകട്ടെ. സുദീർഘമായ ഒരു പ്രസംഗത്തിന് എനിക്ക് അവസരം തന്നിട്ടില്ല. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഉള്ള ആശംസ പ്രസംഗമാണ് എന്നോട് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. ബഹുമാനികളായ സഹോദരന്മാരെ, സമസ്ത കേരള ജമിഅത്തുൽ ഉലമയെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഖാസിമി ഉസ്താദ് അവർകൾ സുദീർഘമായ രൂപത്തിൽ ആനുകാലികമായ വിഷയങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ സംഘടനയെ അല്ലാഹു അന്ത്യനാൾ വരെ നിലനിർത്തുമാറാകട്ടെ എന്ന് വളരെ ആത്മാർത്ഥതയോടുകൂടി പ്രാർത്ഥിക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. സമസ്ത കേരള ജമിഅത്തുൽ ഉലമ ഉണ്ടായതുകൊണ്ടാണ് നമ്മളെല്ലാവരും ബഹുമാനപ്പെട്ട ദീനുൽ ഇസ്ലാമിന്റെ യഥാർത്ഥ ബാന്ധാവായ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ചു നിൽക്കുന്നത്. നമുക്കറിയാം, മദ്രസകളിൽ നിന്ന്, സമസ്തയുടെ മദ്രസകളിൽ നിന്നാണ് ഞാനടക്കമുള്ള ഈ തലമുറയിലെ ഈ പ്രായത്തിലുള്ളവരൊക്കെ ബഹുമാനപ്പെട്ട ഖുർആൻ ശരീഫും അതുപോലെ തന്നെ ഇസ്ലാമിന്റേതായിരിക്കുന്ന പാഠങ്ങളുമൊക്കെ പഠിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മഹാന്മാരായിരിക്കുന്ന അള്ളാഹുവിന്റെ ഉഖ്റവിയായിരിക്കുന്ന ആലിമീങ്ങളെ കണ്ടുകൊണ്ടാണ് നമ്മളെല്ലാവരും വളർന്നിട്ടുള്ളത്. നമുക്കറിയാം, ഞാൻ ഓതിപ്പഠിച്ചത് ബഹുമാനപ്പെട്ട സുന്നി മഹല്ല് ഫെഡറേഷന്റെ മാതൃകാ ദർസ് 980 ബഹുമാനപ്പെട്ട കൊണ്ടോട്ടി ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ മഹാനവകളുടെ പള്ളിയാകുന്ന കാളിയാരകം പള്ളിയിൽ, കൊണ്ടോട്ടി കാളിയാരം പള്ളിയിലാണ് അന്ന് ബഹുമാനപ്പെട്ട സമസ്തയുടെ സുന്നി മഹല്ല് ഫെഡറേഷന്റെ മാതൃകാ ദർസിന്റെ പ്രഥമ ബാച്ച് തുടങ്ങുന്നത്. എന്റെ വന്നിരായിരിക്കുന്ന ഗുരുനാഥൻ ബഹുമാനപ്പെട്ട പി പി മുഹമ്മദ് ഫൈദ് നവറല്ലാഹു മർഖദഹു അവരുടെ ആഖിറം അല്ലാഹു സന്തോഷപൂരിതമാക്കി കൊടുക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ടവർ മുദരിസായെ കൊണ്ടുള്ള ദർസിൽ ഞാൻ ഓർത്തു പോവുകയാണ്, ആഴ്ചയിൽ ഒന്നിലധികം പ്രാവശ്യം ബഹുമാനപ്പെട്ട എം എം ബഷീർ മുസ്ലിയാർ അവർകളും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ ത്വയ്യിബ് ഫൈദിയുടെ വന്നിരായിരിക്കുന്ന പിതാവും സമസ്ത കേരള ജമിഅത്തുൽ ഉലമയുടെ പ്രഗത്ഭനായ നേതാവുമായിരുന്ന ബഹുമാനപ്പെട്ട അല്ലാമ ഹിദ്റോസ് മുസ്ലിയാർ അവർകളും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഡോക്ടർ യു ബുവാപ്പുട്ടി ഹാജിയും ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും വന്നുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്തയെ സംബന്ധിച്ചുള്ള ക്ലാസുകൾ എടുത്തു തരുമായിരുന്നു. മാത്രമല്ല, ബഷീർ മുസ്ലിയാർക്ക് സ്ഥിരമായിട്ടൊരു പ്രയോഗമുണ്ടായിരുന്നു, നിങ്ങളാണ് സമസ്തയെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടത്. കാരണം നിങ്ങൾ ഭാവിയിൽ ഖാദിമാരും മുഫ്തിമാരും ഖത്തീബുമാരും മുദരിസുമായിട്ട് ഈ സമുദായത്തെ നയിക്കേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ സമസ്ത എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രസ്ഥാനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സമസ്ത കേരള ജമിഅത്തുൽ ഉലമയെ സംബന്ധിച്ച് വളരെ സവിസ്തരം പ്രതിപാദിച്ചു തരികയും ബഹുമാനപ്പെട്ട SMF സുന്നി മഹല്ല് ഫെഡറേഷനെ സംബന്ധിച്ച് വിശദമായ രൂപത്തിൽ ബഹുമാനപ്പെട്ട ബാപ്പുട്ടി ഹാജി നവറല്ലാഹു മർഖദഹു ബഹുമാനപ്പെട്ടവർ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരികയും ചെയ്തിരുന്നു. അതിനുശേഷം നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ബഹുമാനപ്പെട്ട കൂട്ടുമല ഉസ്താദ് നവറല്ലാഹു മർഖദഹു ബഹുമാനപ്പെട്ടവർ ഈ സമുദായത്തിന്റെ അതല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തിന്റേതായിരിക്കുന്ന ഉന്നതമായ രൂപത്തിൽ മഹത്തായിരിക്കുന്ന നേതൃത്വം നൽകിയ മഹാനായിരുന്നു. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഉഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളൂ അൻഹു എന്ന് തുടങ്ങുന്ന ആയത്തോതിക്കൊണ്ടായിരുന്നു ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് തങ്ങൾ അവർകൾ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിനെ സംബന്ധിച്ച് പഠിപ്പിച്ചു തന്നിരുന്നത്. വമൻ യശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ ഫയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീന നുവല്ലിഹി മാ തവല്ലാ വനുസ്ലിഹി ജഹന്നമ വസാഅത് മസീറാ എന്ന ആയത്തോതിക്കൊണ്ടായിരുന്നു ബഹുമാനപ്പെട്ട കൂട്ടുമല അബൂബക്കർ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു ബഹുമാനപ്പെട്ടവർ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ നമുക്ക് പഠിപ്പിച്ചു തന്നിരുന്നത്. അങ്ങനെ ഉള്ള മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാരെ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടുമാണ് നമ്മളൊക്കെ വാർന്നിട്ടുള്ളത്. മഹത്തായിരിക്കുന്ന ഈ ആശയം, അതായത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം ജനമനസ്സുകളിൽ രൂഢമൂലമാക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിഅത്തുൽ ഉലമ വഹിച്ചതായിരിക്കുന്ന പങ്ക് നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല.
നമുക്കറിയാം, മഹത്തായിരിക്കുന്ന ഈ പ്രസ്ഥാനത്തിനു വേണ്ടി ജീവിച്ചവരാണ് മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാരെല്ലാവരും. ആ പാതയിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ട അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ അനുസരിച്ച് ജീവിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഇവിടെ പ്രസംഗിച്ചതായിരിക്കുന്ന ഗഫൂർ ഖാസിമിയുടെ പിതാവ് ബഹുമാനപ്പെട്ട അബ്ദുള്ള മുസ്ലിയാർ, ബഹുമാനപ്പെട്ടവർ മർക്കസിൽ പ്രിൻസിപ്പളായ സമയത്ത്, ഞാൻ അവിടെ ഉസ്താദ് മർക്കസ് തർബിയത്തുൽ ഇസ്ലാമിയയിൽ പ്രിൻസിപ്പളായ സമയത്ത് ബഹുമാനപ്പെട്ടവരുടെ കീഴിൽ ഞാൻ അവിടെ ഉസ്താദായിട്ട് സേവനമനുഷ്ഠിച്ചിരുന്നു. ബഹുമാനപ്പെട്ടവരിൽ നിന്ന് ഒരുപാട് സമസ്തയെ സംബന്ധി പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ബഹുമാനപ്പെട്ട കെ പി ഉസ്മാൻ സാഹിബ്, അങ്ങനെയുള്ളതായിരിക്കുന്ന മഹാന്മാർ, കെ അബൂബക്കർ ഹസ്രത്ത്, ബഹുമാനപ്പെട്ട കെ വി മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട്, അവരൊക്കെ ഇങ്ങനെയുള്ള മഹാൻ സ്വാർത്ഥ ബഹുമാനപ്പെട്ട മുഖ്ലിസുകളായിരിക്കുന്ന പണ്ഡിതന്മാർ നമുക്ക് ഈ മഹത്തായിരിക്കുന്ന ആശയം പഠിപ്പിച്ചു തന്ന മഹാന്മാരാണ്. ഞാൻ എന്റെ ചെറുപ്പകാലത്തിലേക്ക് കടന്നു പോകുന്നു. അതായത് സമസ്ത എന്ന് പറയുന്നത് നമ്മുടെ മദ്രസകളിൽ നിന്ന്, പാഠപുസ്തകങ്ങളിൽ നിന്ന് നമ്മൾ അന്ന് കണ്ടുപിടിച്ചതാണ്, കേട്ടുപഠിച്ചതാണ്. പുസ്തകങ്ങളിലുണ്ടാകും സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിനാൽ അംഗീകൃതം. അന്ന് കേട്ടു തുടങ്ങിയതാണ്. 5ാം ക്ലാസ്സിൽ നിന്ന് 5 വയസ്സായ സമയത്ത്, 6 വയസ്സായ സമയത്തൊക്കെ മഹത്തായിരിക്കുന്ന ഈ പേര് ബഹുമാനപ്പെട്ട സമസ്തയുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ ഒരു 5ാം ക്ലാസ്സിൽ നിന്ന് ഒരു പൊതുപരീക്ഷാ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കണം എന്ന ഉത്കടമായിരിക്കുന്ന ആഗ്രഹത്താൽ ഞാൻ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്ത് അങ്ങനെ ആ വർഷത്തിലുള്ള 5ാം ക്ലാസ് പരീക്ഷ എനിക്ക് എഴുതാൻ അന്നുള്ളതായിരിക്കുന്ന മദ്രസയുടെ അധികാരികൾ സമ്മതിച്ചില്ല. എന്തുകൊണ്ട്? എന്റെ പേര് ബോർഡ് ബെഞ്ചിലുണ്ട്, ഡെസ്കിലുണ്ട്, പക്ഷേ എഴുതാൻ സമ്മതിച്ചില്ല. മാസവരിസംഖ്യ തന്നിട്ടില്ല. അതുകൊണ്ട് നിനക്ക് പരീക്ഷ എഴുതാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ മദ്രസ ഹാളിൽ നിന്നും പുറത്താക്കി. 2ാമത്തെ വർഷം മറ്റൊരു മദ്രസയിൽ ഞാൻ ചേർന്നു. അവിടെ മദ്രസയിൽ പരീക്ഷ എഴുതാൻ വേണ്ടി വന്നതായിരിക്കുന്ന സന്ദർഭം പരീക്ഷ ഫീസ് അടക്കാൻ അന്നത്തെ ഉസ്താദ് മറന്നുപോയത്രേ. അതുകൊണ്ട് ആ വർഷവും പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ല. 3ാമത്തെ വർഷമാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിന്റെ 5ാം ക്ലാസ് പരീക്ഷ എഴുതാൻ എനിക്ക് സാധ്യമായത്. 973 ഞാൻ എഴുതിയതായിരിക്കുന്ന പരീക്ഷയിൽ 5ാം ക്ലാസ്സിൽ നിന്ന് ഫസ്റ്റായി ജയിച്ച ആ സർട്ടിഫിക്കറ്റ് ഇന്നും ഒരു അമൂല്യ നിധിയായി ഞാൻ എന്റെ പെട്ടിയിൽ സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സമസ്തയുടെ സർട്ടിഫിക്കറ്റ് ആദ്യമായി കിട്ടിയത്. ഇങ്ങനെ നമ്മുടെ രക്തവും മജ്ജയും മാംസവും ഒക്കെ ബഹുമാനപ്പെട്ട സമസ്തയ്ക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. ഇവിടെ വന്നു പോയതായിരിക്കുന്ന ബഹുമാനപ്പെട്ട തൊയ്യബ് ഫൈസി, ഞാനും ബഹുമാനപ്പെട്ടവരും ഒരു ദറസിൽ ദീർഘകാലം സഹപാഠികളായി പഠിച്ചവരാണ്. ബഹുമാനപ്പെട്ട SKSSF രൂപീകരിക്കുന്നതിന് മുമ്പ് SSF ആക്ഷൻ കൗൺസിൽ എന്ന് പറഞ്ഞുകൊണ്ടൊരു സംരംഭത്തിന് രൂപം കൊടുത്തിരുന്നു. തൊയ്യബ് ഫൈസി അതിൽ മുന്നിൽ നിന്നതായിരിക്കുന്ന ഉന്നതമായിരിക്കുന്ന വ്യക്തിത്വമായിരുന്നു. കുറ്റിപ്പുറം മണ്ഡലം പ്രസിഡന്റായി SKSSFന്റെ ആ കാലഘട്ടത്തിലുള്ള പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. അങ്ങനെ ഒരുപാട് സേവനങ്ങൾ ഈ മഹത്തായിരിക്കുന്ന പ്രസ്ഥാനത്തിന് നമ്മളെ കൊണ്ടാവുന്ന സേവനങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ പൊരുത്തം സമ്പാദിക്കുക എന്നതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടത്തിന്റെ അനിവാര്യത. നമ്മൾ മനസ്സിലാക്കണം, ബഹുമാനപ്പെട്ട അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയാണ് ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ ഏറ്റവും കരണീയം. അതാണ് ഹഖ്. ആശയ തീവ്രത വേണമെന്ന് SKSSFന്റെ ആദ്യത്തെ രൂപീകരണ യോഗം സാമൂതിരി ഹാളിൽ കോഴിക്കോട് വെച്ച് 1989 ഫെബ്രുവരി 19 തീയതി ചേർന്ന സമയത്ത് വിപുലമായിരിക്കുന്ന കൺവെൻഷനിൽ വെച്ച് ബഹുമാനപ്പെട്ട അല്ലാമ കെ വി മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട്, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഗർജിക്കുന്ന സിംഹമായിരുന്ന ബഹുമാനപ്പെട്ടവർ സുദീർഘമായിരിക്കുന്ന ഒരു പ്രസംഗം ചെയ്യുകയുണ്ടായി. ആ പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് തീവ്രത വേണമെന്നുള്ളതാണ്. ഏത് വിഷയത്തിൽ തീവ്രത? അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിഷയത്തിൽ തീവ്രത വേണം. അങ്ങനെ ആ രൂപത്തിൽ മുന്നോട്ട് പോയെങ്കിൽ സുന്നത്തി ജമാഅത്തിനെ സംരക്ഷിക്കാൻ നമുക്ക് കഴിയുമെന്ന് പഠിപ്പിച്ചു തന്ന മഹാന്മാരൊക്കെ കഴിഞ്ഞുപോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ സേവനങ്ങൾ ഖബൂൽ ചെയ്യുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഈ തിരൂരങ്ങാടി മണ്ഡലം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ദ്വിദിന സമ്മേളനത്തിൽ പങ്കാളിയാകുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു നമുക്ക് തന്നതായിരിക്കുന്ന വലിയതായിരിക്കുന്ന അനുഗ്രഹം, നാളെ മഹത്തായിരിക്കുന്ന വമ്പിച്ച പൊതുസമ്മേളനങ്ങളും അതുപോലെ തന്നെ ഉലമാ ഉമറ സമ്മേളനവുമൊക്കെ ഇവിടെ വെച്ച് നടക്കുമ്പോൾ അതിൽ ഭാഗവാക്കാകുവാനും വിഖായ റാലിയുമൊക്കെ ഇവിടെ വെച്ച് നടക്കുമ്പോൾ അതിലൊക്കെ ഭാഗവാക്കാകുവാനും അതിനുവേണ്ടി സഹകരിക്കുവാനും
അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച, നമുക്ക് മുമ്പ് കടന്നുപോയതായിരിക്കും, ഞാൻ നേരത്തെ പറഞ്ഞതും പറയാത്തതുമായിരിക്കുന്ന ഒട്ടനവധി നേതാക്കന്മാർ, സാദാത്യങ്ങൾ, പണ്ഡിതന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഒക്കെ ആഖിറം റാഹത്തിലും സന്തോഷത്തിലുമാക്കി കൊടുക്കുമാറാകട്ടെ. ഇന്നും നാളെയും നടക്കുന്ന പരിപാടികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പൂർണ്ണമായിരിക്കുന്ന വിജയവും ഇസ്സത്തും നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ അവസരം നൽകിയതായിരിക്കുന്ന സംഘാടക സമിതിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.